നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. നാല് ദിവസമായി കൊടകരയിൽ നടന്നു വന്നിരുന്ന ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം സമാപിച്ചു. ബസ്സിൽ മോഷണം നടത്തിയ 2 തമിഴ് യുവതികളെ കൊടകര പോലീസ് പിടികൂടി. പ്രസിദ്ധമായ ഞെല്ലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പൂയം വർണ്ണാഭമായി. ആയുർവേദാചാര്യൻ പത്മഭൂഷൺ രാഘവൻ തിരുമുൽപ്പാടിന്റെ 14ാമത് അനുസ്മരണ യോഗം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൊടകരയിൽ ക്ഷേത്രത്തിൽ ഇലക്ട്രിക്കൽ ജോലിക്കിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. വാർത്തകൾ വിശദമായി. 4 ദിവസമായി കൊടകരയിൽ നടന്നു വന്നിരുന്ന ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം സമാപിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തിയ സമാപന സമ്മേളനം പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ സമ്മാനദാനം നിർവഹിച്ചു. ചാലക്കുടി AEO PB നിഷ, ജനറൽ കൺവീനർ സുധീർ M, ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ PC CG, കൊടകര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, BPCമാരായ VB സിന്ധു, CG മുരളീധരൻ, കൊടകര ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപിക MK ഡെയ്നി എന്നിവർ സംസാരിച്ചു. ഈ വിദ്യാഭ്യാസ ഉപജില്ലയിലെ 83 സ്കൂളുകളിൽ നിന്ന് 5500ഓളം വരുന്ന കുട്ടികൾ പങ്കെടുത്തിട്ടുള്ള വലിയൊരു സ്കൂൾ കലോത്സവമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. ഞാൻ മനസ്സിലാക്കിയത് 293 ഇനങ്ങൾ ഈ കലോത്സവത്തിന്റെ ഭാഗമായി. 1ാം സ്ഥാനം 2ാം സ്ഥാനം ഒക്കെ നിർണ്ണയിക്കുന്നത് ചില മാനദണ്ഡങ്ങളുടെ ഭാഗമായാണ്. എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ ഓരോ പരിപാടിയും ഒന്നിനൊന്ന് മികച്ച പരിപാടികളായിരുന്നു. 8ഓളം സ്റ്റേജുകളിൽ നമ്മുടെ കുട്ടികൾ അവതരിപ്പിച്ച എല്ലാ പ്രോഗ്രാമുകളും മികച്ചതും സർഗാത്മകത നിറഞ്ഞതുമായിട്ടുള്ള നിറയെ കഠിനാധ്വാനത്തിൻ്റെതുമായിട്ടുള്ള പരിപാടികളാണ്. ചാലക്കുടി ഉപജില്ലാ കലോത്സവം നടന്ന പ്രധാന വേദിയായ കൊടകര ഗവൺമെന്റ് LP സ്കൂളിലെ PTA നേതൃത്വത്തിൽ നടത്തിയ പാലമര ചുവട്ടിലെ ചായപ്പേടിക ശ്രദ്ധേയമായി. സ്കൂളിലേക്കുള്ള PTA ധനശേഖരണാർത്ഥമാണ് സ്കൂളിലെ പാലമര മുത്തശ്ശിയുടെ ചുവട്ടിൽ ചുക്കുകാപ്പിയും മറ്റ് ചെറുപലഹാരങ്ങളും അടങ്ങുന്ന ചായപ്പേടിക ഒരുക്കിയത്. കലോത്സവത്തിന്റെ ആരംഭനാൾ മുതൽ സമാപിക്കുന്നതുവരെ ഇവിടെ സ്റ്റാൾ പ്രവർത്തിച്ചിരുന്നു. യാതൊരുവിധ ലാഭേച്ഛയും കൂടാതെയാണ് PTA അംഗങ്ങൾ ഇവിടെ സ്റ്റാളിൽ പ്രവർത്തിച്ചത്. ഇതിൽ നിന്നും ലഭിക്കുന്ന തുക സ്കൂളിലെ വികസന കാര്യങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന് PTA അംഗങ്ങൾ അറിയിച്ചു. PTA പ്രസിഡന്റ് സന്ദേശ് നാരായണൻ, MPTA പ്രസിഡന്റ് മഞ്ജുഷ എന്നിവർ നേതൃത്വം നൽകി. ബസ്സിൽ മോഷണം നടത്തിയ 2 തമിഴ് യുവതികളെ കൊടകര പോലീസ് പിടികൂടി. തമിഴ്നാട് തൂത്തുക്കുടി തിരുച്ചെന്തൂർ കോവിൽപാളയം മുരുകന്റെ മകൾ 27 വയസ്സുള്ള ഗായത്രി, മണികണ്ഠന്റെ മകൾ 19 വയസ്സുള്ള അഞ്ജു എന്നിവരാണ് വ്യാഴാഴ്ച കൊടകര പോലീസിന്റെ പിടിയിലായത്. SI PK ദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കൊടകരയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിൽ നിന്നുമാണ് വ്യാഴാഴ്ച ഇരുവരെയും പിടികൂടിയത്. മറ്റത്തൂർ സ്വദേശിനി റൂബിയുടെ 21,500 രൂപ അടങ്ങിയ പേഴ്സ് 2 ദിവസം മുൻപ് ബസ് യാത്രക്കിടയിൽ മോഷണം പോയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത്. ബസ്സിൽ തിരക്കുണ്ടാക്കി മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. കുന്നംകുളം, തൃശൂർ ഈസ്റ്റ്, പേരാമംഗലം, കൊടുവള്ളി, കോട്ടയം ഈസ്റ്റ്, തിരുവല്ല, നോർത്ത് പറവൂർ എന്നിവിടങ്ങളിൽ ഇവർക്കെതിരെ മോഷണക്കേസുകൾ ഉള്ളതായും പോലീസ് പറഞ്ഞു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. പ്രസിദ്ധമായ ഞെല്ലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പൂയം വർണ്ണാഭമായി. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം കുനിശ്ശേരി അനിയന്മാരാരുടെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് 22 ദേശങ്ങളിൽ നിന്നും വർണ്ണക്കാവടികൾ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. ഉച്ചതിരിഞ്ഞ് കേളത്ത് സുന്ദരന്മാരാരുടെ പാണ്ടിമേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ചശിവേലി നടന്നു.
എഴുന്നള്ളിപ്പിൽ 3 ഗജവീരന്മാർ അണിനിരന്നു. വൈകിട്ട് നാദസ്വര കച്ചേരി, ദീപാരാധന എന്നിവയും ഉണ്ടായി. ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറേടത്ത് വിഷ്ണു ഭട്ടതിരിപ്പാട്, മേൽശാന്തി ശശിധരൻ എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ വിമൽ കൊരട്ടിക്കാടൻ, സ്വാതികുമാർ ചാത്തപ്പായി, അനൂപ് മണപ്പെട്ടി, സുനിൽ അക്കരക്കാരൻ എന്നിവർ നേതൃത്വം നൽകി. ആയുർവേദാചാര്യൻ പത്മഭൂഷൺ രാഘവൻ തിരുമുൽപ്പാടിൻ്റെ 14ാമത് അനുസ്മരണ യോഗം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭയും അനുസ്മരണ സമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ വെച്ച് ഈ വർഷത്തെ രാഘവൻ തിരുമുൽപ്പാടിൻ്റെ പേരിലുള്ള പുരസ്കാരം ഡോക്ടർ P. രാം മനോഹറിനും വാഗ്ഭടാനന്ദ പുരസ്കാരം നേടിയ ഡോക്ടർ മുത്തുലക്ഷ്മിക്കും MLA സനീഷ് കുമാർ ജോസഫ് പുരസ്കാരം സമർപ്പിച്ചു. മുൻ MP സാവിത്രി ലക്ഷ്മണൻ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർമാൻ എബി ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ MD ജെയിംസ്, ഡോക്ടർ K. മുരളി, വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത്, പ്രീതി ബാബു, MM അനിൽകുമാർ, ദീപു ദിനേശ്, ആനി പോൾ, പാർലമെന്ററി പാർട്ടി ലീഡർമാരായ ഷിബു വാലപ്പൻ, CS സുരേഷ്, കൗൺസിലർമാരായ റോസി ലാസർ, TD എലിസബത്ത്, സെക്രട്ടറി VS സന്ദീപ് കുമാർ, മുൻ ചെയർമാൻ VO പൈലപ്പൻ, TP രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. അനുസ്മരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഉപന്യാസ മത്സര വിജയികൾക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. പത്മഭൂഷണം വൈദ്യഭൂഷണം രാഘവൻ തിരുമുൽപ്പാട് നമ്മുടെ വീട്ടിൽ പിന്നീട് 14 വർഷം പൂർത്തീകരിക്കുകയാണ്. ചലക്കുടിയിൽ നിന്ന് പത്മഭൂഷൺ ലഭിച്ച മറ്റൊരു വ്യക്തി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ലെങ്കിലും ആയുർവേദ രംഗത്ത് ഒരു ആചാര്യൻ എന്നുള്ള നിലയിലും പണ്ഡിതൻ എന്നുള്ള രീതിയിലും. ദേശീയ നവജാത ശിശു സംരക്ഷണ വാരം 2024 ജില്ലാതല ഉദ്ഘാടനം ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിൽ ഇരിഞ്ഞാലക്കുട നഗരസഭാ അധ്യക്ഷ മേരിക്കുട്ടി ജോയ് നിർവഹിച്ചു. ഇരിഞ്ഞാലക്കുട നഗരസഭാ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് ആരോഗ്യ കേരളം തൃശൂർ ഒരുക്കിയ നവജാത ശിശു സംരക്ഷണ കിറ്റ് ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിൽ ജനിച്ച 25 നവജാത ശിശുക്കൾക്ക് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ വിതരണം ചെയ്തു. കേരള വിഷന്റെ എൻ്റെ കൺമണിക്ക് പരിപാടിയുടെ ഭാഗമായി മണപ്പുറം ഫൗണ്ടേഷൻ സ്പോൺസർ ചെയ്ത 75 ബേബി ബെഡുകളും വിതരണം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രസവ സേവനങ്ങൾ സ്വീകരിച്ച ഗുണഭോക്താവ് വീണ പ്രഭീഷിന്റെ അനുഭവം പങ്കുവയ്ക്കലും തുടർന്ന് ആശുപത്രി പീഡിയാട്രിഷ്യൻ ഡോക്ടർ ശില്പ ബേബി നയിച്ച നവജാത ശിശു സംരക്ഷണം സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസും നടന്നു. ഇരിഞ്ഞാലക്കുട നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത്, വാർഡ് കൗൺസിലർ PT ജോർജ്, ഡെപ്യൂട്ടി DMO ആൻഡ് DLO ഡോക്ടർ ഫ്ലെമി ജോസ്, DLO ഷീജ MS, MCH ഓഫീസർ ഇൻചാർജ് റൂബി PA, ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ അൽജോ C ചെറിയാൻ, മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ശില്പ ട്രീസ സെബാസ്റ്റ്യൻ, കേരള വിഷൻ മാള മേഖലാ പ്രസിഡന്റ് സുബിതൻ PS, ലേ സെക്രട്ടറി പ്രഭ VP, നഴ്സിംഗ് സൂപ്രണ്ട് ഉമാദേവി PA എന്നിവർ ആശംസകൾ നേർന്നു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശിവദാസ് MG നന്ദി പറഞ്ഞു. കോട്ടകരയിൽ ക്ഷേത്രത്തിൽ ഇലക്ട്രിക്കൽ ജോലിക്കിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. മറ്റത്തൂർ വീട്ടിച്ചുവട് തെക്കൂട്ട് വീട്ടിൽ 44 വയസ്സുള്ള സലീഷാണ് മരിച്ചത്. കൊടകര തിരുത്തൂർ ക്ഷേത്രത്തിൽ ഇലക്ട്രിക്കൽ ജോലിക്കിടെയാണ് ഷോക്കേറ്റത്. ഉടൻ തന്നെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അമ്മ പരേതയായ ലീല, സഹോദരിമാർ സലിത, സംഗീത. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7115 രൂപ, പവന് 56,920 രൂപ.
തിരഞ്ഞു ഞാൻ നിൻ സ്വരം നിലാവിനെ വെല്ലും ചാരുതയാൽ നിറഞ്ഞു നിൽപ്പൂ സ്വർണ്ണശോഭയിൽ നിൻ മുഖം മാത്രം നിൻ മുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 4 ദിവസമായി കൊടകരയിൽ നടന്നു വന്നിരുന്ന ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം സമാപിച്ചു. ബസ്സിൽ മോഷണം നടത്തിയ 2 തമിഴ് യുവതികളെ കൊടകര പോലീസ് പിടികൂടി. പ്രസിദ്ധമായ ഞെല്ലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പൂയം വർണ്ണാഭമായി. ആയുർവേദാചാര്യൻ പത്മഭൂഷൺ രാഘവൻ തിരുമുൽപ്പാടിന്റെ 14ാമത് അനുസ്മരണ യോഗം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൊടകരയിൽ ക്ഷേത്രത്തിൽ ഇലക്ട്രിക്കൽ ജോലിക്കിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.